നമുക്ക് അല്പം വെയിറ്റ് ചെയ്യാം. നരേന്ദ്ര മോദി ruled in the Indian Union. Vijayan ruled in the state of Kerala. ഇവരിൽ ഒന്നുമല്ല നിത്യരക്ഷ, ക്രൈസിസിൽ നമ്മുടെ നിത്യരക്ഷ. നരേന്ദ്ര മോദി ruled in the Indian Union. Vijayan ruled in the state of Kerala. ഇവരിൽ ഒന്നുമല്ല നിത്യരക്ഷ, ക്രൈസിസിൽ നമ്മുടെ നിത്യരക്ഷ, ക്രൈസിസിൽ നമ്മുടെ നിത്യരക്ഷ. ഇതിൻ്റെ അനുപല്ലവി നോക്കുമ്പോൾ എൻ്റെ അനുപല്ലവി നോക്കാം. ദക്ഷിണ വിഷമ ഈ സമരം, ദക്ഷിണ വിഷപാട്ട് CPM. ദക്ഷിണ വിഷമ ഈ സമരം, ദക്ഷിണ വിഷപാട്ട് CPM. ഇസ്ലാം പീഡന കോൺഗ്രസ് പാർട്ടിയും സനാതന വിഷമയം BJP. ഇവയിൽ ഒന്നുമല്ല നിത്യരക്ഷ, ക്രൈസിസിൽ അത്രേ നിത്യരക്ഷ. ഇവയിൽ ഒന്നുമല്ല നിത്യരക്ഷ, ക്രൈസിസിൽ അത്രേ നിത്യരക്ഷ. നരേന്ദ്ര മോദി ഇന്ത്യൻ യൂണിയൻ. Vijayan ruled in the state of Kerala. ഇവരിൽ ഒന്നുമല്ല നിത്യരക്ഷ, ക്രൈസിസിൽ നമ്മുടെ നിത്യരക്ഷ. ഇവരിൽ ഒന്നുമല്ല നിത്യരക്ഷ, ക്രൈസിസിൽ നമ്മുടെ നിത്യരക്ഷ, ക്രൈസിസിൽ നമ്മുടെ നിത്യരക്ഷ. അവർണ്ണ ക്രൈസ്തവ പീഡനങ്ങൾ നടത്തി അതിൽ തന്നെ തുടർന്ന RSSകൾ. അവർണ്ണ ക്രൈസ്തവ പീഡനങ്ങൾ നടത്തി അതിൽ തന്നെ തുടർന്നവ RSSകൾ. ഇസ്ലാം മതത്തെ പ്രീണിപ്പിച്ച് വോട്ട് ബാങ്ക് ഉറപ്പാക്കും ഇടവലത്. ഇവരിൽ നിന്നൊക്കെ രക്ഷ നേടാൻ ക്രൈസിസിലൂടത്ര ഏക വഴി. മരണത്തെ ജയിച്ചുയർത്തി യേശുക്രിസ്തു സൗജന്യമായി നിത്യജീവൻ നൽകി, സൗജന്യമായി നിത്യജീവൻ നൽകി, സൗജന്യമായി നിത്യജീവൻ നൽകി. നരേന്ദ്ര മോദി ruled in the Indian Union. Narendra Modi ruled in the Indian Union. Vijayan ruled in the state of Kerala. ഇവരിൽ ഒന്നുമല്ല നിത്യരക്ഷ, ക്രൈസിസിൽ നമ്മുടെ നിത്യരക്ഷ. ഇവരിൽ ഒന്നുമല്ല നിത്യരക്ഷ, ക്രൈസിസിൽ അത്രേ നിത്യരക്ഷ, ക്രൈസിസിൽ അത്രേ നിത്യരക്ഷ. ക്രൈസിസിൽ അത്രേ നിത്യരക്ഷ, ക്രൈസിസിൽ അത്രേ നിത്യരക്ഷ. നാമിന്റെ അടിമത്തിൽ കൂടി വരും. ഇവരിൽ ഒന്നുമല്ല നിത്യരക്ഷ, ക്രൈസിസിൽ അത്രേ നിത്യരക്ഷ, ക്രൈസിസിൽ അത്രേ നിത്യരക്ഷ. നാമിന്റെ അടിമത്തിൽ കൂടി വരുന്നു. ഇവരിൽ ഒന്നുമല്ല നിത്യരക്ഷ, ക്രൈസിസിൽ നമ്മുടെ നിത്യരക്ഷ. ഇവരിൽ ഒന്നുമല്ല നിത്യരക്ഷ, ക്രൈസിസിൽ നമ്മുടെ നിത്യരക്ഷ, ക്രൈസിസിൽ നമ്മുടെ നിത്യരക്ഷ, ക്രൈസിസിൽ അത്രേ നിത്യരക്ഷ. അവന്റെ അടിമത്തിൽ അണ്ടിനോട്ട് എന്തെങ്കിലും അവന്റെ അടിമത്തിൽ കുടിക്കും. കാരണം അങ്ങനെ പാട്ട് പാടുമ്പോഴേ നമ്മുടെ മനസ്സിലുള്ള കുറച്ച് ദുഃഖങ്ങളൊക്കെ അങ്ങ് മാറും. അപ്പൊ ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്താ. പിന്നെ സാറ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പിന്നെ ഏതോ ജന്മ കൽപ്പനയിൽ സാർ കേട്ടോളൂ, ഏതോ ജന്മ
കൽപ്പനയിൽ ഏതോ ജന്മവീഥികളിൽ ഇന്നും നീ വന്നു അനുനിമിഷം എന്നനുനിമിഷം വീണ്ടും നമ്മളൊന്നായി ഏതോ ജന്മ കൽപ്പനയും ഏതോ ജന്മ വീഥികളിൽ. അപ്പൊ അതിന്റെ പാരഡി എഴുതിയിട്ടുണ്ട്, അതിന്റെ പാരഡി എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഞാൻ ഫിസിക്സും കെമിസ്ട്രിയും ടീച്ചിങ്ങിൽ മാത്രമല്ല മിമിക്രിയിലും പാട്ടിലും എല്ലാം താല്പര്യമുണ്ട്. അപ്പൊ ആ കഴിഞ്ഞ് പോകുന്ന ഇങ്ങനെയുള്ള സമയത്ത് സൗണ്ട് ചെക്കിങ്ങും പുതിയ ഗാനങ്ങൾ തോന്നുന്നു എനിക്ക് അതൊക്കെ ചേർത്ത് ഈ സാറിന്റെ മകനെ ചേർത്ത് ഞാൻ ഒരു 5 ഗാനം എഴുതിയിട്ടുണ്ട്. അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. അതൊരു ആൽബം ആയിട്ട് ഷോർട്സ് ആയിട്ട് അങ്ങനെ ചെയ്തു. യേശുദാസ് പണ്ട് പാടിയൊരു പാട്ടിന് മിക്സ് ചെയ്ത് ഒരു 15 സെക്കൻഡോളം വരുന്ന പാട്ടുണ്ട്. എനിക്ക് അവന് കൊടുക്കാൻ അതല്ലേ ഉള്ളൂ. അപ്പൊ അത് എന്നും ഇപ്പൊ എന്റെ ബോഡി പിന്നെ ഹെവലിലേക്ക് ഉണ്ടായിട്ട് മാറിക്കഴിഞ്ഞാലും ഹെവലി ബോഡിയായിട്ട് മാറി ഈ പാട്ട് പിന്നെ 2000 വർഷമായാലും അവിടെ തന്നെ കിടക്കും. അപ്പൊ അവന്റെ സമ്മാനമായിട്ട് കിടക്കും. എനിക്കിതല്ലാതെ കൊടുക്കാൻ സ്വർണവും വെള്ളിയൊന്നും. വാക്കുകൊണ്ടൊരു ആശ്വാസം. സഹപ്രവർത്തകർക്ക് എന്തെങ്കിലും ദുഃഖം പറയുകയാണെങ്കിൽ വാക്കുകൊണ്ടൊരു താങ്ങ്, കൈത്താങ്. പിന്നെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും പറയും. സാർ ഇതൊന്ന് കേട്ടോളൂ. സാർ ഇരുന്ന് കേൾക്കും. കാരണം പണ്ട് സാർ കേട്ട് വേണം. പിന്നെ ലിറിക്സ് എൻ്റെ പക്കലുണ്ട്, കേട്ടോ. അപ്പൊ ഞാൻ ഇത് മലയാളത്തിൽ ഇംഗ്ലീഷിലോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നന്നായിരിക്കും. അപ്പൊ എനിക്കിതിങ്ങനെ മാറ്റി പാടിയത് വേണ്ട. 77ാമത്തെ പാട്ടാണ്. അപ്പൊ ഞാൻ നോക്കിയെന്ന് പാടാം. സാർ ഒന്ന് കേട്ട് ആശ്രയിക്കണം. Narendra Modi rolled in the Indian Union, tan-na-tan-na-tan. Vijay enrolled in the state of Kerala, tan-na-tan-na-tan. ഇവരിൽ ഒന്നുമല്ല നിത്യരക്ഷ, ക്രൈസിസിൽ നമ്മുടെ നിത്യരക്ഷ. ഇവരിൽ ഒന്നുമല്ല നിത്യരക്ഷ, ക്രൈസിസിൽ നമ്മുടെ നിത്യരക്ഷ. ക്രൈസിസിൽ നമ്മുടെ നിത്യരക്ഷ. ഞാൻ അനുപല്ലവി. ദക്ഷിണ വിഷമ ഇസ്ലാം മതം, ദക്ഷിണ വിഷ പാർട്ടി CPM. ദക്ഷിണ വിഷമ ഇസ്ലാം മതം, ദക്ഷിണ വിഷ പാർട്ടി CPM, ഇസ്ലാം പ്രീണന കോൺഗ്രസ് പാർട്ടിയും, സനാതന വിഷമയം BJPയും. ഇസ്ലാം പ്രീണന കോൺഗ്രസ് പാർട്ടിയും, സനാതന വിഷമയം BJPയും. ഇവയിൽ ഒന്നുമല്ല നിത്യരക്ഷ, ക്രൈസിസിൽ അത്രേ നിത്യരക്ഷ. ക്രൈസിസിൽ നമ്മുടെ നിത്യരക്ഷ. നരേന്ദ്രമോദി റോൾഡ് ഇൻ ദ ഇന്ത്യൻ യൂണിയൻ, Vijay enrolled in the state of Kerala, tan-na-tan-na-tan. ഇവരിൽ ഒന്നുമല്ല നിത്യരക്ഷ, ക്രൈസിസിൽ അത്രേ നിത്യരക്ഷ. ക്രൈസിസിൽ അത്രേ നിത്യരക്ഷ. അടുത്താണ് പള്ളി. അവർണ്ണ ക്രൈസ്തവ പീഡനങ്ങൾ നടത്തി അതിൽ തന്നെ തുടർന്നവർ RSS ദൾ. അവർണ്ണ ക്രൈസ്തവ പീഡനങ്ങൾ നടത്തി അതിൽ തന്നെ തുടർന്നവർ RSS ദൾ. ഇസ്ലാം മതത്തെ പ്രേരിപ്പിച്ച് വോട്ട് ബാങ്ക് ഉറപ്പാക്കും ഇടവലത്. ഇവരിൽ നിന്നൊക്കെ രക്ഷ നേടാൻ ക്രൈസിസിലൊക്കെ ഏക വഴി. മരണത്തെ ജയിച്ചുയർത്തി യേശുക്രിസ്തു സൗജന്യമായി നിത്യജീവൻ നൽകി. പുള്ളിങ്കണസ്റ്റോൾസ് സൗജന്യമായി നിത്യജീവൻ നൽകി, സൗജന്യമായി നിത്യജീവൻ നൽകി. Narendra Modi rolled in the Indian Union, tan-na-tan-na-tan. And the note and again. Vijay enrolled in the state of Kerala, tan-na-tan-na-tan. ഇവരിൽ ഒന്നുമല്ല നിത്യരക്ഷ, ക്രൈസിസിൽ നമ്മുടെ നിത്യരക്ഷ. ഇവരിൽ ഒന്നുമല്ല നിത്യരക്ഷ, ക്രൈസിസിൽ അത്രേ നിത്യരക്ഷ. ക്രൈസിസിൽ അത്രേ നിത്യരക്ഷ. ക്രൈസിസിൽ അത്രേ നിത്യരക്ഷ. ലിംഗം ഇതിൽ ഇങ്ങനെ ക്രിസ്തുവിനല്ലേ പറയുന്നത്. ക്രൈസ്തവ. പക്ഷെ ആ ഒരു വേർഡ് കാണാൻ സാറേ, ഇതേ മനുഷ്യ ഒരു കാര്യമുണ്ട്. ഇതിപ്പം പറയട്ടെ സാറേ, ഒരു ക്രിസ്ത്യാനിറ്റിയും
എടുത്തു കാണിക്കുക, മനസ്സിലായി. ക്രിസ്ത്യാനിറ്റി എടുത്തു കാണിക്കുക, മുസ്ലിമിനെ കേട്ടോ, മുസ്ലിമിന് പിന്നെ ഇഷ്ടമില്ലാതായിരിക്കുക, BJP കണ്ടുകൂടാതാവുക, മനസ്സിലായില്ലേ? പിന്നെ 3 രാഷ്ട്രീയ പാർട്ടിയും വന്നിട്ടുണ്ട്. അവിടെ പ്രശ്നമല്ല. പക്ഷേ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ജാതി. ഒരു കാര്യം ഒരു മിനിറ്റ്, കാരണം ഞാൻ അങ്ങനെ പറയാൻ കാരണം ഇസ്ലാമിനകത്തെ ഞാൻ ഇപ്പം ഒരു 5 വർഷം സാറ് വിശ്വസിക്കുകയെങ്കിൽ ഒരു 5 വർഷം സൂക്ഷ്മമായി പഠിക്കുന്ന കാര്യമാണ്. ഞാൻ ഇസ്ലാം മത വിശ്വാസിയല്ല. ഇത് ആരെങ്കിലും ഇസ്ലാം മതത്തെ കുറിച്ച് എന്തോന്ന് ഇങ്ങനെ പറയുന്നത് തെളിവിനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ പറഞ്ഞ് വിശ്വസിക്കുന്ന അറിഞ്ഞില്ല. ഇപ്പം സാറൊന്ന് കേൾക്കണം ഒരു മിനിറ്റ്. ഇപ്പം സൂറ 2:221 സ്ത്രീകൾ കൊടുക്കുന്ന ബഹുമാനം സാറിന് കേട്ടോളണം. നമുക്ക് പിന്നെ സ്ത്രീകളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്താണ് പിന്നെ കൃഷിസ്ഥലം എന്ന് പറയുന്നത്, മനസ്സിലായില്ല? സ്ത്രീകളിൽ നിന്ന് കൃഷിസ്ഥലം. ഇനി 4:12 ഞാൻ എല്ലാം കൊണ്ട് എടുക്കാൻ സമയമില്ല. 4:12 കൃഷിസ്ഥലം ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് വിറ്റുവരക്കും. ഞാൻ അതുകൊണ്ടാണ് ആ വ്യക്തികളോട് വിരോധമല്ല, കിതാബിനോട് വിരോധമാണ്. ഇനി ഇതിന്റെ 8ന്റെ ബന്ധനം 8ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കാൻ വേണ്ടി പേജ് നമ്പറൊക്കെ വെച്ച് ഇങ്ങനെ കൃത്യമായിട്ട് ഞാനത് കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് പറയുന്നത്. അല്ലാതെ ഞാൻ ഇസ്ലാം മതത്തെ വിമർശിക്കാറില്ല. പണ്ട് ഞാൻ 2020 ഇങ്ങനെ ഒരു കാര്യം എനിക്ക് അറിഞ്ഞില്ലായിരുന്നു. സാർ ഇത് കേട്ടോ, ഖുർആൻ 8ന്റെ ബന്ധനം നിന്റെ നാഥൻ മലക്കൾക്ക് ബോധനം നൽകിയ സന്ദർഭം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് സത്യവിശ്വാസികളെ ഉറപ്പിച്ചെടുത്ത വിശ്വാസികളെ സത്യനിഷേധങ്ങളുടെ ഹൃദയങ്ങളെ ഞാൻ ഭീതി ഉറപ്പിക്കുക. അതുകൊണ്ട് അവരുടെ പിരടികൾ വെട്ടിവീഴ്ത്തുക, അവരുടെ വിരലുകൾ ഛേദിക്കുക. ജോസഫ് ഭാഷനെ വെട്ടിവീഴ്ത്തത് ഇതിന്റെ അടിസ്ഥാനത്തിൽ. ഞാൻ ഇങ്ങനെ സർഫസിൽ എന്നല്ല പറയുന്നത്, ഇസ്ലാമത്തെ അങ്ങനെ വിമർശിക്കുന്നതിന് കാരണമുണ്ട്. അതായത് നിന്റെ നാഥൻ മലക്കൾക്ക് ബോധനം നൽകിയ സന്ദർഭം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് സത്യവിശ്വാസികളെ ഉറപ്പിച്ചെടുക്കുക, അത് മുസ്ലിങ്ങളെ ഉറപ്പിച്ചെടുക്കുക. ബാക്കി എന്താണ് സത്യനിഷേധികൾ എന്നുവെച്ചാൽ മുസ്ലിം മതം അല്ലാത്തവരുടെ ഹൃദയങ്ങളിൽ ഞാൻ ഭീതി ജനിപ്പിക്കും. അതുകൊണ്ട് അവരുടെ പിരടികൾ വെട്ടിവീഴ്ത്തുക, അവരുടെ വിരലുകൾ ഛേദിക്കുക. ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ്? കാരണം സാറ് ഇപ്പോൾ ഒരു സാറിന്റെ അടുത്തൊരു ക്യാൻസർ പേഷ്യൻ്റ് എന്ന് വിളിക്കട്ടെ. സാറ് 8:12 ഏതുപോലെ തെളിവുകൾ ഇത് 8:12 അതിന് 114 സൂറകൾ ഖുർആനാണ്. 8:12 ഖുർആനിൽ 8-ാം അധ്യായത്തിന് 12. ഇനി സാർ അടുത്ത കേട്ടണം 9:5. സാറത് കേട്ടുകഴിഞ്ഞാൽ ഞെട്ടിപ്പോകും. ഒരുപാടുണ്ട്, എങ്കിലും സമയത്തിന് അതുകൊണ്ടാണ് ഇങ്ങനെ റിസർച്ച് ചെയ്തിട്ടാണ് പറയുന്നത്. ഇങ്ങനെ പാട്ട് എഴുതുമ്പോൾ സാർ ചിന്തിക്ക് ചുമ്മാ എഴുതിയും അല്ലാതെ എനിക്ക് മുസ്ലിങ്ങളോട് അപ്പോൾ അമ്മ പറയുന്നത് ഈ 2000 പറയുടെ ഷാബൊക്കെ നിങ്ങളുടെ പോയിട്ട് നീ അവിടെ തന്നെ കിടന്നു, നെഞ്ചി കൊടുത്ത് അവിടെ കിടക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങൾ മച്ചാന്മാരല്ലേ. ഇപ്പം ഞാൻ ഇപ്പം എന്താ അവിടെ പാത്തു ഞാൻ പറഞ്ഞു ഇപ്പോൾ സ്വഭാവം ഇത് വായിച്ചുകൊണ്ടെങ്കിൽ മനസ്സിലായി അവരുടെ അജണ്ട എന്താണെന്ന് മനസ്സിലായി. അത് പൊളിറ്റിക്കൽ മറുനാടൻ പറയും പൊളിറ്റിക്കൽ ഇസ്ലാമോ സാധാരണ ഇസ്ലാമാണ്. പൊളിറ്റിക്കൽ ഇസ്ലാം മാത്രമേ ഉള്ളൂ ഇസ്ലാം. അപ്പോൾ നമ്മൾ പറയും കെമിസ്ട്രി എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ കെമിസ്ട്രിക്ക് അകത്തുള്ള കെമിസ്ട്രി ഇഷ്ടമല്ല. കെമിസ്ട്രി ഉണ്ടെങ്കിൽ അതിനകത്തൊരു കെമിസ്ട്രി ഉണ്ട്. ഫോർ എക്സാമ്പിൾ നിന്റെ നാഥൻ നിന്റെ ഗ്രഹത്തിൽ നിന്ന് ന്യായമായ ആ ശബ്ദം പുറത്തിറക്കിയത് പോലെ. ശരി, 9 എടുക്കണ്ട 9:5. ഇതുപോലെ ഒരു തീവ്രവാദ ഗ്രന്ഥം സാറിന് ആദരണീയ മാസങ്ങൾ അവസാനിച്ചാൽ കരാർ ലംഘിച്ച ബഹുദൈവ വിശ്വാസങ്ങൾ. കാരണം ബഹുദൈവ വിശ്വാസങ്ങൾ ഹിന്ദുക്കൾ ഉൾപ്പെടുത്തും. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അവർ വിശ്വസിക്കുന്നില്ല, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല. പിന്നെ പ്രസിഡന്റിനെയോ പോലീസിനെയോ സുപ്രീം കോടതി ജഡ്ജിയെ ആദരിക്കുന്നില്ല. നമുക്ക് ബഹുദൈവ വിശ്വാസികൾ ഓരോരുത്തർക്ക് അവരുടെ റൈറ്റ് ഇല്ല അവരവരുടെ നോക്കൂ. പക്ഷെ അവർ പറഞ്ഞു കാണുന്നിടത്ത് വെച്ച് വധിക്കുക. അങ്ങനെയില്ല ഞാൻ അഭിലാഷ് വീട്ടിൽ പ്രിന്റിയത് ഒന്നല്ലത് വധിക്കുക. ഇത് ആരാണ് എഴുതിയെന്നുള്ളത് സാറിന്റെ മുസ്ലിങ്ങളാണ് എഴുതിയ ഗ്രന്ഥം വ്യക്തമായിട്ട് പറയുന്നത്. എന്റെ അമ്മ ഞാൻ ജനിക്കുന്നതിന് എനിക്ക് കൊച്ചുകളൊക്കെ മേടിച്ചതാണ്. പക്ഷെ അത് പ്രയോജനപ്പെട്ടത് മകനാണ്, അമ്മയ്ക്കല്ല. അമ്മയ്ക്കല്ല അറിഞ്ഞത് എന്തിനാ ഇവിടെ മേടിച്ചു. ഞാൻ പറഞ്ഞ അമ്മ ഞാൻ എടുക്കുന്നത് റിസർച്ച്. അമ്മ കൊണ്ട് നേഴ്സിംഗ് ഹോസ്റ്റലിലാണ് ചോദിച്ചത്. ഞാൻ നൽകാത്ത എനിക്കൊരു ഖുറാനുണ്ട്, ഈ യൂട്യൂബിൽ കേട്ടത് ചെക്ക് ചെയ്യാതെ ക്രോസ് ചെക്ക് ചെയ്തത് ശരിയാ. വേണ്ടത് അവരെ ബന്ധനസ്ഥരാക്കുക, ഉപരോധിക്കുക, എല്ലാ താവളങ്ങളിലും അവരെ തേടി പതിയിരിക്കുക. ഈ ഒരു പശ്ചാത്തപിച്ച് മുടങ്ങി നമസ്കാരത്തിന് ഇഷ്ടം, അതായത് അവരെ പോലെ മുസ്ലിങ്ങളെ പോലെ നിസ്കരിക്കുകയൊക്കെ ചെയ്യാമെന്ന് സത്വത്തെടുക്കുകയും ചെയ്താലോ അവരെ അവരുടെ വഴിക്ക് ഇട്ടേക്കും. അങ്ങേറ്റം വല്ലാത്ത പുറത്തു നിന്നിട്ട് ഇങ്ങനത്തെ ഒരു കാർമികനെ നമ്മൾ വരുന്നില്ല. 1000 പേരെ തലവെട്ടി കഴിഞ്ഞാൽ നമ്മളൊക്കെ മലയാളത്തിൽ നാട്ടുകാർ പറയുന്നത് അതിന് ക്രൂരത എന്ന് പറയും, രാജ്യദ്രോഹം എന്ന് പറയും. പിന്നെ സ്ത്രീകളെ അടിക്കാൻ പറയുന്നത്, അതായത് അവരനുസരിക്കണമെന്ന് തോന്നുന്ന പക്ഷം നിങ്ങൾ അവരെ കയറി അടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അതൊരു അടുത്ത ഗ്രന്ഥം. പിന്നെ സ്ത്രീകളെ പറ്റി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നിങ്ങളുടെ കൃഷിയുടെ എന്ന് സ്ത്രീകൾക്ക് ബഹുമാനം ഇല്ല, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കരുത്, സ്ത്രീകളെ എന്ന പുസ്തകം വായിക്കുമല്ല. സ്ത്രീ വിരുദ്ധമല്ലേ എന്നെ പോലുള്ളവർക്ക് വാസ്തു ഞാൻ ഐ ആം ബിലീവിംഗ് ഡെമോക്രസി. ദാറ്റ് ഈസ് വൈ ഐ ആം പ്രേഷറിംഗ് ഇൻ ദിസ് വേ. സാറിന് തോന്നല്ലോ. ഇനി എൻ്റെ 123 എല്ലാം വായിക്കുന്നില്ല. 123 ഇനി സാറ് പറയും ജിഹാദ് ചെയ്യാനായിട്ട് ഇവിടെ പറയുന്നുണ്ടാകും. ഇതാ പറയുന്നുണ്ട് വ്യക്തമായിട്ട് സാർ അത് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ അതിന്റെ തെളിവ്. ഞാൻ ചുമ്മാ വെച്ചിട്ടുണ്ട്, ഈ പേനകളൊക്കെ അച്ചക്കുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ കെമിസ്ട്രി ഫിസിക്സ് മാത്രമല്ല പഠിക്കുന്നത്. എനിക്ക് ഈ എർത്തിലി ബോഡി ഇരിക്കുന്നതിന് മുമ്പ് ഇതിന് വേർപെടുന്നതിനുണ്ട്, അല്ലെങ്കിൽ ഹെവൻലി ബോഡി ആവുന്നതിനുണ്ട് കുറച്ച് നന്മകൾ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ പോകും. സാർ ഞാൻ ഒരു ദിവസം ജീവിച്ചില്ല, ഇന്നത്തെ പോലെ ജീവിക്കുന്നു. എനിക്ക് പേടിച്ച് ജീവിക്കുന്നത് എന്തിനും അധികാലം ജീവിച്ചിട്ടൊന്നും ജീവിക്കുന്നെങ്കിൽ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കും.
ആരുടെ അടിമകളല്ല, പിണറായി വിജയന്റെ അടിമകളല്ല. നോക്കണം, നമുക്ക് നബി സത്യനിഷേധികളോടും സാർ നോട്ട് ചെയ്ത് 972 കപട വിശ്വാസികളോടൊന്നും യുദ്ധം ചെയ്തു കൊള്ളുക. യുദ്ധം എന്ന് ആക്കൊണ്ടുള്ള യുദ്ധമല്ല, മനസ്സിലിട്ടല്ല, അവരോട് പരുഷമായി പെരുമാറുക. സാറേ അപ്പൊ പറയും സ്പിരിച്വൽ മീനിങ്, പരുഷം പറയണമെങ്കിൽ അവനോ കണ്ണാടിയൊക്കെ പറഞ്ഞത്. ഇതങ്ങനല്ല, അവരോട്, ദാറ്റ് ഈസ് എ തേർഡ് പേഴ്സൺ. അപ്പൊ അവരോട് പറയണമെങ്കിൽ ഫസ്റ്റ് പേഴ്സണായിട്ട് പറഞ്ഞിട്ട് ഐ എന്ന് പറഞ്ഞിട്ട് കണ്ണാടിയൊക്കെ പറഞ്ഞില്ല, അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സാറ് പറയണം നീ സാറിന് അവരോട് ഒന്നും പറഞ്ഞു നോക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ എന്നോട് കണ്ട് ഇപ്പൊ ഇങ്ങനെ പറയണം. അപ്പൊ അതിന്റെ അർത്ഥം ജയ് സാറാണ്, സാറ് സജിനോ സാർ കണ്ണാടി ചെന്നിട്ട് കണ്ട അവരോടൊന്ന് പറയണം. അപ്പൊ അതിന്റെ അർത്ഥം സാറും സാറിന്റെ അകത്തിരിക്കുന്ന ആള് വേറെയാണെന്ന്. അപ്പൊ അവിടെ ഡ്യുവാലിറ്റി, അതായത് കൺഫ്യൂഷൻ. സാർ യുവർ ബോഡി ഈസ് വൺ, യുവർ മൈൻഡ് ഈസ് വൺ. സാറേ അവരോടൊന്ന് പറയണം 10 D-ലോട്ടൊന്ന് കയറണം, കാരണം അവിടെ തൂക്കുന്നുണ്ട്, 10 B-ലോട്ടൊന്ന് കയറാൻ പറയണം സാറേ, അവരെ കമ്പൈൻ ചെയ്തെടുക്കും എന്ന് വെച്ചാൽ അർത്ഥം അത് തേർഡ് പേഴ്സൺ ആണ്. അപ്പൊ അതുപോലെ ഉണ്ടാക്കണം. വേണ്ട അവരോട് പരുഷമായി പെരുമാറുക, അവർക്കുള്ള സംഖ്യാതം നരകം അത്ര എങ്ങനെ ഉണ്ടാവരർത്ഥം. അതായത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളൊക്കെ നരകമാണ്. ഇങ്ങനെയാണ് പിന്നെ കൊച്ചിലെ അവരോട് പറയുന്നത്, ക്രിസ്ത്യാനികളെയും യഹൂദന്മാരോട് സൗഹൃദം പാടില്ല. സാർ സാറ് ഇതുവരെ 2020 ഞാൻ അത് അറിഞ്ഞിട്ടായിരുന്നു. ഞാൻ ഇതിനുശേഷം എന്തുകൊണ്ടാണ് മുസ്ലിം കടകൾ സാറ് പറയും ഇങ്ങനെ പോകുമ്പോൾ എല്ലാം ക്രിസ്ത്യാനികളുടെ അണ്ണാച്ചുവരെ കടകളുകാരാണ്, കാരണം വി ആർ സ്റ്റോറിംഗ് ദിസ് മണി ഫോർ വേജിംഗ് വാർ അഗേൻസ്റ്റ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അത് ഞാൻ പറയാം, അത് വേണ്ട. ഞാൻ ജസ്റ്റിസ് ലെക്ചർ പോയിട്ട് വർക്ക് ചെയ്യുന്നു, തമിഴ്നാട് ഒരു സാലറി മേടിച്ചത് എന്റെ രാജ്യത്ത് ഒറ്റ കൊടുക്കാനോ എന്റെ രാജ്യത്തെ സിസ്റ്റത്തെയോ എന്റെ രാജ്യത്തെ പിണറായി വിജയൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും സംഗതി വ്യക്തിപരമായിട്ട് എനിക്ക് വലിയ ഇഷ്ടമാണ്. എന്റെ രാജ്യത്തെ എന്താണ് ഈ പോലീസൊക്കെ അതുകൊണ്ടാണ് ഗുണ്ടകളൊന്നും അഴിഞ്ഞു കിടക്കുന്നത്. ഇങ്ങനെയുള്ള രാജ്യത്ത് ഒറ്റ കൊടുക്കാനല്ല, എന്റെ രാജ്യത്ത് നശിപ്പിക്കാനല്ല ഈ സമ്പത്ത് കൊടുക്കുന്നത്. എന്റെ കയ്യിൽ നിന്ന് ഒരു രൂപ മേടിച്ചിട്ട് എന്റെ രാജ്യത്തെ തർക്കാന് അത് പണിയാണ്. ടാക്സ് വേറെ, അത് വേറെ. ഇനി സാർ ഇവിടെ ചിന്തിക്കും 5-ാം അധ്യായത്തിന്റെ 51 വായിക്കണം. സാർ ഒന്ന് വായിച്ചു നോക്കണം. 5-ന്റെ 51 വായിക്കും. സാറൊക്കെ പുതുക്കം ഇതൊക്കെ ഞാൻ കേട്ടപ്പോൾ എന്ത് നിട്ടലാണെന്ന് നോട്ടുകൾ. സത്യവിശ്വാസികളെ യൂതന്മാരെയും ക്രിസ്ത്യാനികളെയും നിങ്ങൾ ആത്മമിത്രങ്ങളായി സ്വീകരിക്കരുത്. അങ്ങനെയാണ് സാറേ. ഇത് എന്റെ കൂടെയുള്ളവർ ജലീൽ സാറൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നുണ്ടാണ്. ഞാൻ ഈ പാദരാത്രിക്കൊക്കെ വാട്സപ്പ് എടുത്ത് അധ്വാനിച്ച് ഞാൻ ഇവിടെ നിന്ന് മാറിയാലും, കാരണം മനുഷ്യനാണ്, ഞാൻ റോഡിലൊക്കെ വണ്ടി ഓടിക്കുന്ന ആ രീതിയിലാണ് മാറിയാലും എന്റെ കൂടെയുള്ളവരൊക്കെ ഒന്ന് ഗുണം പിടിച്ച് അവർക്കോ ഗവൺമെന്റ് ജോലിയുണ്ട്, അവരൊക്കെ മെച്ചപ്പെട്ട് എന്റെ കാലം കഴിഞ്ഞ് ചാനലൊക്കെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തണം. എന്റെ മോനോട് പറഞ്ഞു, മോനെ ഇന്നിടത്തൊക്കെ ഈ ബുക്ക് അവിടെ ഉണ്ട്, അത് ഇവിടെ ഉണ്ട്. ഇന്ന് ഞാൻ സുഹൃത്തിനോട് പറഞ്ഞു, എന്നിട്ട് എന്റെ ചാനലൊന്ന് ഇതൊക്കെ കാണും, അഥവാ നമ്മൾ ഭൂമിയിലൊക്കെ ഇതൊക്കെ പറഞ്ഞു. പുള്ളി ഇങ്ങനെ ചിരിച്ചു, ബാല്യകാല സുഹൃത്ത് എന്നായിരിക്കും ശോഭ. ഞാൻ പറഞ്ഞല്ലേ പറഞ്ഞത് അറിയണമല്ലോ. ഞാൻ പറഞ്ഞു ജൂതന്മാരെ ക്രിസ്ത്യാനികളെ നിങ്ങൾ ആത്മമിത്രങ്ങളായി സ്വീകരിക്കരുത്. കാരണം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ടാണ് വി ആർ വൺ. ഇല്ല, ഞാൻ വന്ന് എത്തപ്പെട്ടേ ഫോൺ സൈലന്റ് എത്തപ്പെട്ടേ ഇവിടെ വന്ന് നോക്കിയപ്പോൾ പിന്നെ തിരിച്ച് വിളിച്ചല്ല. കഴിച്ചു, അത് ഇവിടെ നിന്ന് കഴിച്ചു. അവ പറഞ്ഞു അവളെ കണ്ട്. ഞാൻ ഇവിടെ 2:30 വന്നു, അവൾക്ക് കൊടുക്കാൻ വേണ്ടി 2:30 ഓടി എത്തിയപ്പോഴത്തേക്ക് അവളെ കഴിച്ചു. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇത് എന്തേ ഇരിക്കുന്നു. കുഴപ്പമില്ല, വൈകുന്നേരം കൊടുക്കാം. നീ വീട്ടിൽ എത്തിയാ നമ്മളിപ്പോ നേരത്തെ ഇല്ല, അവർക്ക് 5 മണിക്ക് കിട്ടി. 5 മണിക്ക് ഇനി 2:21 സാറ് പറഞ്ഞല്ല, ഞാൻ കഴിഞ്ഞിട്ട് പറഞ്ഞതല്ല. നിങ്ങളുടെ പത്നിമാർ നിങ്ങളുടെ കൃഷിഭൂമിയാണ്. നമ്മൾ ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ട്. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ വെച്ചാണ് ബിയാണ്. ഇത് കോടതിയിലെന്ന് പറഞ്ഞതല്ലേ, ജഡ്ജി തൂക്കിയെടുത്തടിക്കും. കാരണം നിങ്ങളുടെ പത്നിമാർ നിങ്ങളുടെ കൃഷിഭൂമിയാണ്. അപ്പൊ അവർക്ക് ബിയാനല്ലേ തോന്നു കളിച്ച അതല്ല. നമ്മളെ പത്നിമാരെ റെസ്പെക്ട് ചെയ്യും. സാറാണെങ്കിലും അത് ഞാനാണെങ്കിലും തീർച്ചയായിട്ടും. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഈ പത്നിയില്ലാതെ സാറിന് മോളും എനിക്ക് മോനും എങ്ങനെ ചോദിച്ചു? വേറെ ഒന്നും ചിന്തിക്കണ്ട, എനിക്ക് വേറെ ഒന്നും അറിയാൻ കാര്യമില്ല. ചിലർ പറയും പത്നി എന്ന് പറഞ്ഞ ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല അല്ലേ, ശരി. ഈ ഫോട്ടോ തരുന്നവരും എന്റെ മോൻ അതെങ്ങനെയാണ്? അത് ഞാൻ ഇങ്ങനെ കാട്ടാക്കട ജംഗ്ഷനിൽ കൊടുന്നപ്പോൾ ഒരു ദൂതം എന്ന് പറഞ്ഞു, ഞാൻ വിളിച്ചൊരു മോൻ. ശരി, ജനിച്ചപ്പോഴേ പുള്ളിക്ക് ഒരു 13-12 വയസ്സുണ്ടായിരുന്നു. എന്നിട്ട് പുള്ളി ഇംഗ്ലീഷാണ് പറയുന്നത്. ഹീസ് ടോക്കിംഗ് ടു ഇംഗ്ലീഷ് സീനിയേഴ്സ് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊള്ളാം, തൽക്കാലം എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ആർക്കും പറയില്ല. മാഷിന് എന്തോ മാഷൊരു കാര്യം ചെയ്യണം, ഡോക്ടർ അരുൺകുമാറിനെ ഒന്ന് പോയി മീറ്റ് ചെയ്യണം. പുള്ളി ഒരു അറിയാവുന്ന ഒരു സൈക്കാട്രിസ്റ്റ്, എന്തോ മാഷിനെ പറ്റി. എന്താ പൊന്നു മാഷ, ആ ടീച്ചറെ നിങ്ങളും കാരണമല്ലേ ഇതൊക്കെ ജനിച്ചത്. കുട്ടി ജനിക്കുന്നുമ്പോൾ നിങ്ങളായിരുന്നു ഭർത്താവും ഭാര്യ എന്നേ. അയ്യോ, ഇപ്പോൾ പറഞ്ഞപ്പോഴോ എനിക്ക് എന്തോ സന്ധി ശരിയാണല്ലോ. ഞാൻ പോയി അവളോട് ക്ഷമ പറയും. പെട്ടെന്ന് പോയി പറഞ്ഞു, ടീച്ചറോടെ വെയിറ്റ് ചെയ്യണം, പാവം കരഞ്ഞുകൊണ്ട് വയ്ക്കണം. എൻ്റെ അടുത്ത് പറയാം, കാര്യം പറഞ്ഞു, ചേച്ചി ഇപ്പം ശരിയാക്കിയിട്ടുണ്ട്, എല്ലാം പൊങ്ങി വരും. ഞാൻ ഇനി ഒരു വാഴക്കപ്പം വാങ്ങിയോ? കിട്ടിയതന്നെ മതി. അപ്പൊ നോക്കണം, നിങ്ങളുടെ പത്നിമാർ നിങ്ങളുടെ കൃഷിഭൂമിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ കൃഷിഭൂമിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിധം ചെന്നു കൊള്ളുക. ഞാൻ അതുകൊണ്ടാണ് കീപ്പിംഗ് റിലേഷൻ മുസ്ലിംസ്.
തൊട്ട കയ്യിൽ വിശ്വസിക്കില്ല. എപ്പോഴാണ് ഒരു ബെൽറ്റ് ബോംബ് കൊണ്ടൊന്ന് കയറി വരാൻ പറ്റില്ല. സാറേ അവർ സ്വയം ചെയ്യുന്നത് ഈ കിതാബാണ് അവരെ എഴുതിപ്പിക്കുന്നത്. ഈ കിതാബ് ഇത് വായിക്കാതിരുന്നതിന് ഒരു ഗുണം. സാറ് ചിന്തിക്കുകയാണ്, ഞാൻ നിരീശ്വരവാദിയെന്ന് പറഞ്ഞാൽ സാറ് അവരെ വിളിച്ച് ചായയോ കട്ട്ലറ്റോ മിസ്റ്റർ എന്തോ ആണ്. പക്ഷേ ഒരു മുസ്ലിം കോൺസെൻട്രേറ്റഡ് മുസ്ലിം ആണെങ്കിൽ, മീശ എടുത്തിട്ട് താടി വയ്ക്കുന്ന പോലീസുകാരനും മുസ്ലിമും ആണെങ്കിൽ ഭയങ്കര തട്ടവും ഭയങ്കര സ്ത്രീയാണെങ്കിൽ ഓർത്തോണം, മോളെ ഒരു കാര്യം ചെയ്യും, ഞാൻ ഇവിടെ കാട്ടാക്കട 5 ദിവസം കാണില്ല. പിന്നെ സാറിന്റെ അടുത്ത ആഴ്ചത്തെ പ്ലാൻ എങ്ങനെ അറിയാം? ഹലോ, കാഫറല്ല, അയാൾ അങ്ങോട്ട് മൂവിയാണ്. എൻ്റെ അച്ഛനെ കൊന്നാൽ പോലെ സ്വർഗം കിട്ടുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം 10 പേരെ കൊന്നു കഴിഞ്ഞാൽ അപ്സരസിന് കിട്ടും. അപ്പോൾ ഒരു കാര്യം, ഞാൻ സജിമോ സാറിനെ തന്നെ കിട്ടില്ല. അപ്പോൾ എനിക്ക് കൂടുതൽ ബന്ധം. പിന്നെ അടുത്തത് അബ്ലാസ് സാറിനെ വെച്ചിരുന്നിട്ട് കാര്യമില്ല, എന്തായാലും നമ്മുടെ ഇതിലുണ്ട്. ഇങ്ങേരും കൂടെ തട്ടിക്കുക. പിന്നെ ഒരു വഴിക്ക് വന്നില്ല, ജഹീൻ സാറിനെയും മറ്റേ പുള്ളിയും കൂടെ ഒന്നിച്ചൊന്ന് തട്ടില്ല. പ്രിൻസിപ്പാളിനെയും കൂടെ തട്ടി അത്രയും നല്ലത്. എന്നിട്ട് ഇതിന് വേണമെങ്കിൽ നമുക്കൊരു മോസ്ക് ആക്കി മാറ്റാം. എല്ലാ പിള്ളേരെയും തട്ടമെടുപ്പിച്ച് നമുക്കങ്ങ് ഇതാണ് അവരുടെ ലക്ഷ്യം. സാറിന് അറിഞ്ഞൂടാ. പിന്നെ നമുക്കിത് ക്ലാസ് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ തമ്മിലെങ്കിലും അറിഞ്ഞിരിക്കും. ഭാവിക്ക് വേണ്ട ഒരുക്കങ്ങൾ മുൻകൂട്ടി ചെയ്തു വയ്ക്കുക. മനസ്സിലായി? ഇതൊക്കെയാണ് അവരുടെ പരിപാടി. ഈ സാറ് കേട്ടാണ് 5:51 വായിച്ചില്ലല്ലോ. സത്യവിശ്വാസിലെ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഇതൊക്കെ ഇങ്ങനെ പേന വെച്ചേക്കുന്ന ചുമ്മാല്ല. സാറിന് വേണമെങ്കിൽ അടയാളപ്പെടുത്താം. ഞാൻ സാറ് പറഞ്ഞ അഭിലാഷ് പുള്ളിക്കാരൻ വീട്ടിൽ ഇരുന്നപ്പോൾ ഇങ്ങനെ ഒരു പ്രിന്ററിൽ പോയി പ്രസ്സിൽ പോയി എടുക്കുന്നത് എനിക്ക് അങ്ങനെ വ്യത്യാസം ഉണ്ടാകും. പ്രിന്റർ പോലും നേരെ എഴുതിയില്ല. ഞാനുണ്ട് കുറച്ച് പേനകളുണ്ട്. ആ സത്യവിശ്വാസിലെ ജൂതന്മാരും ക്രിസ്ത്യാനിയും നിങ്ങൾ ആത്മമിത്രങ്ങളായി സ്വീകരിക്കരുത്. അവരിൽ ചിലർ നിങ്ങളുടെ മിത്രങ്ങളാണ്. നിങ്ങളിൽ വല്ലവനും അവരെ ആത്മമിത്രങ്ങളാക്കി വയ്ക്കുന്ന ശേഷം അവരിൽപ്പെട്ടവനൊക്കെ. അപ്പൊ അവരും ഇവർ കണ്ടോ അവിടെ തന്നെ ഭിന്നത. ഇനി സാറ് 9:121 വായിച്ചാണ് ഞാനൊക്കെ ആടിക്ക് വെച്ചേക്കാണ്. 9:123 ജിഹാദിനെ കുറിച്ചുള്ള തെളിവ് തന്നെയാണ്. 9:123 വായിക്കുന്നത് സാറേ അവിടെ എല്ലാം എഴുതിയിട്ടുണ്ട്, വ്യക്തമാണ്. വേണ്ട 9:123 ഇങ്ങനെ നോക്കണം. സത്യവിശ്വാസമല്ല, നിങ്ങൾ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് യുദ്ധം ചെയ്തു കൊള്ളുക. അങ്ങനെ സാർ ഇനിയും പിന്നെ ഒരു നിമിഷം ഞാനിന്ന് അനുമതി കൊടുക്കുന്നത് മുസ്ലിങ്ങളുടെ ഉടായ്പ എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം. സത്യവിശ്വാസികൾ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികൾ ഒരുക്കിയിരിക്കുന്നുണ്ട്. അവരിൽ നിങ്ങൾ പരുഷ സ്വഭാവം കാണിട്ട് നിങ്ങൾ ജയിച്ചിരിക്കുന്നത് എല്ലാ സൂക്ഷ്മബോധമുള്ളവരോടൊപ്പമാണ്. ഞാൻ അനുമതി കൂടി വരും. കാൽവട്ടി 3:27-28 നമുക്ക് നോക്കാം. കുറേ എത്രമാത്രം ഉടായ്പുള്ള പുസ്തകം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാൽവട്ടി ഞാൻ ഒരുമിച്ച് പിടിപെടും. കാലണ്ടറിൽ പറ്റി ഞാൻ ഒരുമിച്ച്
സാർ അത് സാറിന്റെ അടുത്ത് കുറേ നല്ല കാര്യങ്ങൾ കേൾക്കുന്നു. മോയ് എവിടെ താമസിക്കും? കിരൺ കിരണോ? എൻ്റെ ക്ലാസ്മേറ്റോ? സി എ കിരൺ അല്ല, CA അല്ല. ആകെ എനിക്കൊരു കിരണുള്ള എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ആ ഒരൊറ്റ കിരണു. എനിക്കറിയാവുന്ന കിരൺ അത് മാത്രമേ. പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പണ്ട് യൂണിഫോം ഇടാതെ അടി കൊടുക്കുന്നു, ഇപ്പൊ പോലീസിന്റെ കൊണ്ട് ഗവൺമെന്റ് ചെലവിൽ അടി കൊടുക്കുന്നു. അതാണ് പുള്ളിയാണ്. ഞാൻ പറഞ്ഞു അഭിലാഷ് അതിനെന്താ പ്രശ്നം? ഇപ്പൊ ഞാൻ ലാത്തിയോട് അടി കൊടുക്കുന്നു, പണ്ട് പോലീസ് ആവുന്നുണ്ട് പുള്ളി കൂലിത്തല്ലെന്ന് അടി കൊടുക്കുന്നു. ആള് കോമഡിയാണ്. സാറേ അപ്പൊ അങ്ങനെ പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് ഇഷ്ടം ചെയ്തുണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല, സാറെ ഇടയ്ക്ക് നോക്കിയത് ഇടയ്ക്ക് ഞാൻ എഴുതി തരാം. ഞാൻ ഇതൊക്കെ കേട്ട് ഇങ്ങനെയുള്ള എൻ്റെ സുഹൃത്തുക്കളൊക്കെ വല്ല അകപ്പെട്ട് മാൻ മിസ്സിംഗ് കേസിലോ എന്നും കാണുന്നുണ്ട്. ഇതിലാണ് ഞാൻ കിടന്ന് രാത്രി കിടന്ന് ജെയിംസ് സാറിന് കലോത്സവം ചെയ്യണ്ടെന്നോ അവർ ഓടണ്ടെന്നോ അങ്ങനെ ചെയ്യുന്നവർക്ക് ഇതും കൂടെ നോക്കാൻ പറയണം. സാറേ നോക്കുന്നുണ്ട് എന്നൊരു അഭിപ്രായം. സാറേ ഇത് ഞാൻ പറയുന്നില്ല, സത്യവിശ്വാസമല്ല, നിങ്ങളുടെ അടുത്ത് താമസിക്കുന്നു, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. സത്യനിഷേധികളോട് യുദ്ധം ചെയ്തു കൊള്ളുക. നമ്മൾ ഈ SLT ടെക്സ്റ്റ് ബുക്കോടെ തന്നെ ഇത് പഠിക്കേണ്ടതാണ്. ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസ്. സാറ് ഇപ്പൊ സാറിന്റെ സുഹൃത്തിന് ക്യാൻസർ ഉണ്ട്, സാർ ആ സുഹൃത്തിനെ സ്നേഹിക്കുന്ന സാർ ആദ്യം എന്ത് ചെയ്യും? അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ 1.5 സ്റ്റേജ്. സാറും പറയും വേറെ ഉണ്ട്, എനിക്കറിയാമെന്നുള്ള ക്യാൻസർ എടുക്കുന്നത് സൗജന്യമായിട്ടാണ് ചോദിച്ചാൽ കാരുണ്യ കൊണ്ടുവരും. എന്താ വേണ്ടത്? ഡോക്ടർ പറയും കൊണ്ടുവന്ന വളരെ ഉപകാരം, ഞാൻ നാളെ തന്നെ റേഡിയേഷന് ചെയ്യുമ്പോൾ ഇന്നൊരു മരുന്ന് കൊടുത്തേക്കാം. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നു അത്ഭുതം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ഒരു അബ്നോർമൽ ഡോക്ടറില്ല, എല്ലാം ഞാൻ പഠിച്ചതാണ്. ഞാൻ പറഞ്ഞ സമയത്ത് സജിമോൻ സാറിന് ഒരു ജ്യൂസ് ഞാൻ പ്രത്യേകം തരുന്നുണ്ട്. എൻ്റെ ഒരു മനസാക്ഷാത്കാരം. സാറപ്പോൾ ആ സുഹൃത്തിനെ സ്നേഹിക്കും. അതേ ക്യാൻസർ വേറെ വ്യക്തിക്കൊന്ന് സാറിന് എന്ത് ചെയ്യും? ആ വ്യക്തി രക്ഷിക്കും. പക്ഷേ ക്യാൻസറിന് സാറ് എന്ത് ചെയ്യും? സ്നേഹിക്കോ അതോ വെറുക്കോ? കാരണം അത് മനുഷ്യനെ മയക്കുന്ന ഒരു ഡെത്താണ്. സാർ ഇത് ഫിസിക്കൽ ഡെത്ത്, അതുപോലെ ഒരു ഡെത്താണ് ക്യാൻസർ, അതുപോലെ ഒരു സൊസൈറ്റിയിലെ ഒരു ക്യാൻസറാണ് ഇസ്ലാം. സാർ ഇങ്ങനെയാണോ? പിന്നെ ബൈബിൾ പറഞ്ഞ അങ്ങനെയല്ല. എന്താണ്? നീ നിന്നെ പോലെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കാം, നിന്റെ നെയ്ബറിനെ സ്നേഹിക്കാം, നിനക്ക് വേണേ. അപ്പൊ ഇതിലുള്ള സ്ത്രീകൾ എന്തായിരിക്കും സാർ ഇതിനുള്ള സ്ത്രീകളെ വിഷയം അവർ ആക്ച്വലി പെരുമ്പാമ്പുകളാൽ നിൽക്കപ്പെടുന്ന ആളുകളാണ്. എങ്ങനെയെങ്കിലും ഒന്ന് സ്വതന്ത്രമാക്കാനോ രക്ഷകനായ ക്രിസ്തു അല്ലെങ്കിൽ ക്രിസ്ത്യൻ മുസ്ലിംമാരെ പണ്ട് ബ്രിട്ടീഷുകാർ മാറമടക്കായിരുന്നപ്പോൾ ക്ലാസ് എടുത്ത് അവർക്ക് അങ്ങനെയാണ് അവർ. അപ്പൊ ജന്മിമാർക്കും സംവരണമൊക്കെ ഇഷ്ടപ്പെട്ടില്ല, കുറെ ചരിത്രമുണ്ട്. അപ്പൊ അവർ പറഞ്ഞു അതുപോലെ ഒരു രക്ഷകനെ താലിബാനിലേക്കും ഈ കാശ്മീരിലേക്കും ഒന്ന് അയച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ. പിന്നെ ചില ആളുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു അടിമത്തത്തിൽ അങ്ങ് ഒരു അഡിക്റ്റഡായി, ഈ ഒരു അടിമത്തമായിപ്പോയി. പക്ഷെ എവരുടെ ബുദ്ധിയെ പിശാച് ഇങ്ങനെ കെട്ടിവെച്ചിരുന്നു. സാർ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ സാർ ഇതായിട്ടാണ് അവർ നിങ്ങളിൽ പരുഷ സ്വഭാവം കാണട്ടെ. അതുകൊണ്ടാണ് ചില മുസ്ലിങ്ങൾ ചില പറഞ്ഞത് അവൻ നേട്ടന്റെ സ്വഭാവം ഒന്ന് കാണുന്നത്. കാരണം നമ്മൾ പറയാറ് ഞാൻ അതുകൊണ്ടാണ് ഈ കടകൾ കയറാത്തത്. കാരണം നിങ്ങൾ ഗ്രഹിച്ചിരിക്കുക. കാരണം അവർ സ്വയമേ ചെയ്യുന്നല്ല, ഈ കിതാബാണ് പ്രശ്നം. ഇതാണ് പോയിസൺ. വേണ്ട അള്ളാഹു സൂക്ഷ്മം അവർക്ക് ഇതൊരു വൈറസ് ഗ്രന്ഥമാണ്. സാർ ഇത് കേട്ടോണം. ഇനി അടുത്തത് 3 ഞാനിതൊക്കെ ഉണ്ടാക്കി ചെയ്തിട്ടുണ്ട്. സത്യവിശ്വാസികളിട്ട് സത്യനിഷേധികളെ ആത്മമിത്രങ്ങളാക്കി വെക്കരുത്. മുസ്ലിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഇവരോട് രഹസ്യങ്ങളൊക്കെ പറയുന്ന സൂക്ഷിക്കുന്നു. ഇവരിതൊക്കെ ക്രോഡീകരിച്ചിട്ട് ഭൂരിപക്ഷമായി കഴിഞ്ഞു. ഒന്ന് ഈ ഗ്രന്ഥം ബേസ് ഉണ്ട്, റൂട്ടുണ്ട്. അതുകൂടാതെ സമൂഹത്തിൽ ഇനി പൊളിറ്റിക്കലായിട്ടും ഹിസ്റ്റോറിക്കലായിട്ടും കൂടാതെ കയറി കഴിഞ്ഞു അവരെന്തെന്ന് വെച്ചാൽ പുസ്തകപ്രകാരവും അതുപോലെ തന്നെ ഭൂരിപക്ഷ പ്രകാരവും നമ്മളെല്ലാം ഒന്നായി കഴിഞ്ഞു. പിന്നെ സുന്നി ഷിയയും പല ഗ്രൂപ്പുകളും ഒന്നാമത്തെ നമ്മൾ ഒന്നായിരുന്നു. നമുക്കിനി ഒറ്റ ലക്ഷ്യമേ ഈ രാജ്യത്തെ എല്ലാവരും അടിച്ചുടച്ച് കളഞ്ഞിട്ട് ഒന്നുകിൽ സജി സാറും ഇവരൊക്കെ ഇസ്ലാം മതമാവില്ല, തലയിൽ തുണിയിട്ട് നാളെ തൊട്ട് എല്ലാം കുടുംബപരമായിട്ട് എടുക്കുക, അല്ലെങ്കിൽ മരണം തിരഞ്ഞെടുക്കുകയാണ്. അപ്പം മാൾ വെച്ചിട്ട് അയ്യോ മറ്റേ കണ്ണാടി ചെന്നൈക്ക് ക്യാൻസറെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ചെയ്യാനുണ്ടെങ്കിൽ റെസിസ്റ്റൻ്റ് ഇപ്പോഴും സമയം. ദിസ് ഈസ് ദ ടൈം. വേണ്ട സത്യവിശ്വാസികളോട്ട് സത്യനിഷേധികൾ ആത്മമിത്രങ്ങളാക്കി വയ്ക്കരുത്. വല്ലവരും ചെയ്തെങ്കിൽ അവൻ അള്ളാഹുവുമായി യാതൊരു ബന്ധമില്ല. അപ്പൊ എവിടെ കാണിക്കുന്ന സ്നേഹമുണ്ടോ? സാറേ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാനിത് എനിക്ക് സാറിനോട് പറഞ്ഞിട്ട് എനിക്കെന്തോ സമ്മത്തമല്ലെന്ന് ഇല്ലല്ല. പക്ഷെ എൻ്റെ ഒരു സുഹൃത്ത് രക്ഷപ്പെടുന്നു. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ മെനക്കെട്ട് ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ പ്രോഗ്രാംസ് ചെയ്യുന്നു. സർക്കാർ ഉദ്യോഗസ്ഥനല്ലാത്തതുകൊണ്ട് ആ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ആ സത്യനിഷേധികളുടെ ദ്രോഹം ഭയന്ന് അതിൽ നിന്ന് രക്ഷപാദിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് തമ്മിൽ ഉണ്ടായിപ്പണി, ഇവരാളുകളെ അവർ സ്നേഹിക്കാൻ പാടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ സാർ ചിന്തിക്കും, പിന്നെ ഇവരുടെ ജിഹാദൊക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്നു. നമുക്ക് സ്ത്രീകളെ പറ്റി പറഞ്ഞിരിക്കുന്ന കൃഷിഭൂമിയാണ്. ഇങ്ങനെയാണോ സ്ത്രീകളെ പറ്റി നമ്മൾ പഠിച്ചത്? പിന്നെ പെരടി കെട്ടിക്കൊള്ളുക, കൈക്ക് വെള്ളിക്കൊള്ളുക, പതിയിരിക്കുക. ഇനി 66 എവരെങ്കിലും ചിരിക്കുന്ന സാർ വീഴരുത്. ഇവരെ മനസ്സിനകത്തുണ്ടല്ലോ കൂടും കാണുകൂടെ വർഷം. രാജഗോപാലപ്പം പറയും എന്നെ ഇട്ട പറ്റി കഴിഞ്ഞാൽ ഞാൻ തരുന്നു, അതുകൊണ്ട് എന്നെ അങ്ങോട്ടുണ്ടല്ലേ. കാരണം എന്നെ കാണാൻ അതിനാണ് വിഷം കൂടുതൽ. ഞാൻ പടഞ്ഞു വേണം മരിക്കരുത്. ഞാൻ വേറെ ചേരയോ വല്ല പാമ്പിനെയും തന്നെ ജീവിക്കാൻ സജിമോ സാറെ എന്നെ പിടിച്ചിട്ട് കൊടുക്കല്ലേ എന്ന് പറയും. കാരണം പാമ്പുകൾക്ക് പേടിയാണ്. കാരണം കൊത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം നടപ്പാം. ഈ സാറ് ചിന്തിക്കണം. ഞാൻ ഇങ്ങനെ അധികം തിരിച്ചിട്ടുണ്ട്. സാറ് 66-9 നോക്കണം.
നബി സത്യനിഷേധികളോടും കപടവിശ്വാസികളോടും, സത്യനിഷേധം വെച്ച് കഴിഞ്ഞാൽ നോൺ മുസ്ലിംസ്, കപടവിശ്വാസികളോടും നീ സമരം ചെയ്തു കൊള്ളുക. ചുമ്മാ ഈങ്കുലാൽ എന്നല്ല, ഒരു വീട് പൊളിക്കുക, ഭാര്യമാർ പറഞ്ഞെന്ന് തോന്നുന്നു. അതായത് ഈ മാപ്പിള ലഹളയിലൊക്കെ ചെയ്ത് ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളെ വീട് കയറി അവർ ഭയങ്കര മലിനമാക്കി. പിന്നെ മാത്രമല്ല കാശ്മീർ പണ്ടൊക്കെയുള്ള പലയാണ്. ഇതെല്ലാം ഗ്രന്ഥത്തിൽ എഴുതിയതിന്റെ ബേസിലാണ്. അവർ പറയും നമ്മുടെ ഗ്രന്ഥത്തിൽ എന്താണ് പറയുന്നത് ചെയ്യുന്നത്. ക്രിസ്ത്യാനികൾ നിങ്ങൾ പറയുന്നില്ല സഹിക്കണം. നമ്മുടെ ഗ്രന്ഥത്തിൽ പഠിച്ചത് ആന്റി ക്രിസ്ത്യനാണ്. ക്രിസ്ത്യന് എതിരായിട്ട് ആന്റി ക്രൈസ്റ്റിനെ തവിട് നിങ്ങൾ ഒരിടത്തും പോകണം. ഇതെടുത്ത് വായിച്ചാൽ സോ ദിസ് ഈസ് ആന്റി ക്രൈസ്റ്റ്. നമ്മളതാണ് ചെയ്യുന്നത്. പിന്നെ ആളുകൾ നമ്മൾ നന്നായിട്ട് അഭിനയിക്കാനാണ്. ഭൂരിപക്ഷമാകുമ്പം പിന്നെ ഈരവാദം പറഞ്ഞ കാര്യമാണ്. ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു കാരണവശാലും അവരുടെ പരിസ്ഥിതി സ്വഭാവത്തോട് പെരുമാറുക. അവരുടെ വാസസ്ഥലം നരകമാണ്. തിരിച്ചു ചെല്ലാനുള്ള ആ സ്ഥലം എത്ര ഇഷ്ടം. ഇവർ ചിരിക്കുമ്പോൾ അവർ മനസ്സിലിതാണ് അവർ പറയുന്നത്. പിന്നെ 5 നേരം നിസ്കരിക്കുമ്പോൾ അവർ മനസ്സിനകത്ത് പറയുന്നുണ്ട് കാഫിറുകൾ, ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും. വേണ്ട ചന്ദനക്കുറിയിട്ട് ഒരു മനുഷ്യൻ പള്ളിയിൽ പോകുന്നു, ക്രിസ്ത്യൻ പള്ളിയിൽ പോകുന്ന സാർ എന്നെ കാണിച്ചു തരാടാ, എന്നെ കാണിച്ചു തരാം. എന്നിട്ട് അവർ പറയുന്നത് എന്താണെന്ന് അറിയാമോ? സാർ ഇത് കേട്ടോളൂ, എല്ലാ ദിവസവും 5 നേരം 17 നേരം വെച്ച് യഹൂദന്മാരെയും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളെയും, ഹിന്ദുക്കൾ അതിന്റെ ലിസ്റ്റിലില്ല, 2ാം കട പാടുമായിട്ട് യഹൂദന്മാരെയും ക്രിസ്ത്യാനിയും കണ്ണെടുത്താൽ കണ്ടോ നിശ്ചയിക്കുന്നുണ്ട്. അതായത് 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. സാർ ഇത് കേട്ടോളൂ, 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കാഫറുകളോട്, അതായത് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അവരെ പോലെ വഴിപഴിച്ചെന്ന് പറയുന്നത് ക്രിസ്ത്യൻ പറയുന്നു. നിന്റെ കോപത്തിന് ഇരയാരുടെയും നേർമാർഗത്തിൽ വ്യതിചലിച്ചവരുടെയും മാർഗമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അറബി ഭാഷാന്തരത്തിൽ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വഴിപഴിച്ചവർ. സാർ ഈ പറയുന്നതെല്ലാം അവരിലുള്ളവർ തന്നെ ആയിരിക്കും ആയിക്കൂടെ? അല്ല സാറ് ബഹുദൈവ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ബഹുദൈവ വിശ്വാസികൾ അവരുള്ളതാണ്. സാറിന് ചിന്തിച്ചോളൂ. ഞാൻ തെളിവ് സ്ഥലം അവർ ദൈവ വിശ്വാസികളാണ്. അവരൊരു ഗോത്രദേവനാണ്. 360 ദേവന്മാരുള്ള ഒരുവനാണ് അല്ലാഹ്. അല്ലാന്ന് പറയാം. അതായത് അല്ലാഹ്, അതായത് ചന്ദ്രനെ പണ്ട് പറയുന്ന പോലെ ലാഹാണ്. അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് പദം. ഇത് രണ്ടും കൂടി ചേരുമ്പം ചന്ദ്രനാണ് അവരുടെ ഒരു ഇത് യൂണിവേഴ്സൽ ഗോഡ് അല്ല വയസ്സിന് പദം. അതായത് ഒരു ചന്ദ്രദേവനാണ് അവർ ആരാധിക്കുന്നത്, ഒരു സൃഷ്ടിയിൽ. എന്നിട്ട് അതിനെ അങ്ങ് ഏകദൈവമാക്കുന്നു. അതായത് സർവശക്തനെ ദൈവമാക്കി അവർ തന്നെ കൺവേർട്ട് പറഞ്ഞു. നാളെ ഇപ്പൊ സാറ് പറയുന്നു ശിവനും ബ്രഹ്മാവും വിഷ്ണുവും എന്താണ് ഇവർ ഓരോ ഇതുണ്ട് ഹിന്ദുപുരാണനുസരിച്ച്. സാറ് ആളെ പറയുന്നത് വിഷ്ണു മാത്രമാണ് ദൈവം. അതുകൊണ്ട് ശിവനെയും ബ്രഹ്മാവിനെ ആരാധിക്കുന്നവരെല്ലാം ഞാൻ കൊല്ലും. ഇന്നതെങ്ങനെ ഉണ്ടാവും? ഹിന്ദുക്കൾ സാറിന് വെറുതെ വെച്ചേക്കും. സാറ് പറയുന്ന മോനെ ശിവനല്ലാതെ ആരെ നീ കണ്ടിരുന്നാലും ഒന്നും പിന്നെ നോക്കണ്ട, ഞാൻ ഒരു തോക്കം നോക്കാം ഒന്നുകളഞ്ഞു. വിഷ്ണുവിനെയോ ബ്രഹ്മാവിനെയോ ഇന്ദ്രനെയോ പിന്നെ ദുർഗയെ ആരാധിക്കുന്നവർ നീ 8 സീനൊന്നും നോക്കണ്ട, കയറിയും കൂടി വെച്ചേക്ക്. പപ്പയുണ്ടടി കൂടെ, പപ്പയുണ്ട്. കൂടാതെ ഞാൻ അമ്മയ്ക്ക് ഒരു തോക്കം കൂടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാവും? ശരിയാണ്. നിമിഷ നേരങ്ങൾക്കാൻ പറയും ഹലോ സജിമോൻ സാറിലെ പോലീസ് എൻക്വയറിക്കുണ്ട്. അപ്പോഴേ സാറിന്റെ മനസ്സിലായി. സാറേ അത് അങ്ങനെ ബഹുദൈവ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ 360 ദേവന്മാരിൽ ഒരുവനെ അവരെടുത്ത് സർവശക്തിനിട്ടുണ്ട്, ബാക്കിയുള്ളവരെല്ലാം കാഫിറുകൾ. എന്നിട്ട് എവരിയ്ക്കുമ്പോൾ തന്നെ മറ്റു മതക്കാർക്ക് അവർക്കൊരു ഭയം, ഭീതി ഉണ്ടാക്കുക. സാറേ 2020 വർഷങ്ങൾക്ക് മുമ്പ് വരെ ക്രിസ്ത്യാനികൾക്ക് ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. അപ്പം നമ്മളെ പിള്ളേർ പറഞ്ഞു ക്രിസ്ത്യാനികളെ പഠിച്ചിട്ട് വരാൻ പറഞ്ഞു. അതുകൊണ്ട് ഒരു വടക്ക് മീരഗാഥയിലെ മാധവി മമ്മൂട്ടിയോട് പറഞ്ഞു നമ്മൾ 25 വർഷം കൊണ്ട് പഠിച്ചു. ഞാൻ പഠിച്ചത് 5 വർഷമായിരുന്നു. ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇങ്ങനെ അടയാളപ്പെടുത്തി പഠിച്ച് അത്യാവശ്യം ആരെങ്കിലും ഒരു കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും നമ്മുടെ അപ്പോളജറ്റിക് മിനിസ്ട്രി ഒരാളൊരു കാര്യം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. ഫിസിക്സ് മിനിസ്ട്രി മാത്രമല്ല, അതായത് ഒരു പ്രതിരോധം പോലെ ഡിഫെൻഡ് ചെയ്ത് പിടിച്ചിരിക്കാൻ വേണ്ടി, അതായത് ഒരു ക്ലാസ് എടുത്ത് കൊടുക്കാൻ പറയും. അതിന് അപ്പോളജറ്റിക് മിനിസ്ട്രി എന്ന് പറയുന്നത്. ബൈബിൾ പറഞ്ഞാൽ നിങ്ങളെ പ്രത്യാശയെക്കുറിച്ച് പിന്നെ ചോദിക്കുന്നതിനോടും ഒരു ന്യായപരമായിട്ട്, അതായത് ഭയവും ഭക്തിയും കൊണ്ട് അവനോട് ഉത്തരം പറയാൻ നിങ്ങൾ ഒരുങ്ങിയിരിക്കുന്നവരായിരിക്കും എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഒരുങ്ങിയിരിക്കും. അത് പാർട്ടിൽ കൂടെ ആകാം, അത് എക്സ്പ്ലനേഷനിൽ കൂടെ ആകാം, ഗദ്യത്തിൽ കൂടെ ആകാം, പലത് കൂടെ ആകാം. പിന്നെ സ്വതന്ത്ര ഇന്ത്യയുടെ എന്നുള്ള അർത്ഥത്തിൽ എനിക്ക് തീർച്ചയായിട്ടും സ്വാതന്ത്ര്യം ഒരു ഗവൺമെന്റ് ജോലി പറഞ്ഞില്ല. എങ്കിലും പിന്നെ ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കുമ്പോഴത്തേക്കും ആദ്യം ഇപ്പൊ സാറ് വിത്ത് എവിടെ വിതയ്ക്കുന്നത്, ആ വിത്ത് പുളിക്കുമെന്ന് ആദ്യം മനസ്സുകൊണ്ട് ചിന്തിക്കും. പുളിക്കാത്തടത്ത് വെച്ചിട്ട് കാര്യമില്ല. ബൈബിൾ ക്രിസ്തു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിന്റെ മൊത്തമുള്ള പന്നികളുടെ ഇടയിൽ വിതരും. അതായത് മരത്തിന്റെ ഇടയിൽ പന്നികളുടെ ഇടയിൽ മൊത്തോ രത്നമൊന്നും വിതറിയിട്ട് കയറിയില്ല. കാരണം അത് മനസ്സിലായി കയറിയില്ല, ടൈം വേസ്റ്റ്. കേൾക്കുമെന്ന് നമുക്കൊരു ബോധ്യമുള്ളവൻ്റെ അടുത്ത് മാത്രമേ ഷെയർ ചെയ്യാം. അതല്ല ഗോസ്പൽ ഷെയർ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചേൽപ്പിക്കരുത്. താല്പര്യം ഉണ്ടെന്ന് നിർത്തയ്ക്കും. ക്രിസ്തു പറഞ്ഞിട്ടില്ല, ഖുർആനിൽ പറഞ്ഞതല്ല, നിർബന്ധിച്ച് മുസ്ലിമാക്കാനെന്ന് പറഞ്ഞിട്ടില്ല. ഒരാൾക്ക് ഗോസ്പൽ വായന എനിക്ക് താല്പര്യമില്ല, മനുഷ്യൻ വിട്ടു കളഞ്ഞില്ല. പക്ഷെ അവരോട് വിരോധം വേണം. നേരെ കുറിച്ച് അവർ പറയണം നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കാം. അഭിലാഷ് എനിക്കൊരു ചെറിയ രോഗം, തന്നോട് ഞാൻ അന്ന് പറഞ്ഞതിൽ ഒരു കാര്യം വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിച്ച് എനിക്ക് പച്ച ഇതിൽ ആശ്വാസമൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു പിന്നെന്ത് അങ്ങനെ പറയാൻ രസം പറഞ്ഞില്ല. അല്ലാതെ ഇഷ്ടമില്ലാത്ത ഒരാളുടെ
ചർച്ചിൽ പോകും. ഞാൻ സ്വന്തമായിട്ട് ചർച്ച ഉണ്ടാവും. പക്ഷേ ഓൺലൈൻ മിനിസ്റ്റർ മറ്റു കാര്യങ്ങളുണ്ട്, വീട്ടിലൊക്കെ പ്രയറും മറ്റു കാര്യങ്ങളൊക്കെ വിളിച്ച് കഴിഞ്ഞ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അവിടെ ഒരാളെ നമ്മൾ ക്ഷണിക്കുന്നതെടുത്ത് അത് ഇവിടെയല്ല, എവിടെയാണെങ്കിൽ സാറ് കണ്ടിട്ടുണ്ടല്ലോ, എന്നെ ക്ഷണിച്ചതുകൊണ്ടാണ് ഞാൻ പെന്തക്കോസ്റ്റിൻ്റെതാണ് കുറച്ചുകൂടെ സ്വതന്ത്രമാണ്. കാരണം പെന്തക്കോസ്റ്റിലെ ആളുകൾ ഇറങ്ങി വെച്ച് കഴിഞ്ഞാൽ പറയുന്നതായിരുന്നു അവർ വെള്ളയും മീശ എടുത്ത് അത് പിന്നെ അത് ചെയ്തുകൂടെ, ഇത് നോക്കിക്കൂടെ. ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല. ബൈബിളിൽ ഇപ്പോൾ ഒരു പാസ്റ്ററിന് മറുപടി കൊടുക്കരുത്. ഞാൻ പറയുന്നത് ശരി, ബൈബിൾ കൊലസ്തലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, തുടരുത്, പിടിക്കരുത്, കാണരുത്, നോക്കരുത്. സാറ് എങ്ങനെ വിശ്വസിക്കുന്ന പറഞ്ഞിട്ട് അങ്ങനെയുള്ള പാസ്റ്റർമാരോട് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവരോടും ഒരു വിരോധമൊന്നുമില്ല. നമ്മളെന്തിനാണ് ഉള്ളതുപോലെ എന്ന് പറയാം. ഉള്ളത് ഇവിടെ തന്നെ ധാരാളം ഉണ്ടല്ലോ. ഞാൻ തന്നെ ബൈബിള് മൂലഭാഷയും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ജോബി ഹാലുവിൽ എന്നൊരു പാസ്റ്റർ ഇപ്പോൾ പറയാണ്, മറ്റേ പെൺകുട്ടി മറ്റേ ക്രിക്കറ്റ് ഉയർത്തിയത് അത് ഞാൻ പറയട്ടെ, ദൈവം കൊടുത്തല്ലാതെ നിങ്ങൾ സ്വയം പൊള്ളിക്കും. ദൈവം കൊടുത്തല്ലേ. അപ്പം ഇവര് സ്പിരിച്വൽ സെൻസ് മാത്രം എടുക്കുന്നുണ്ട്. ഗോഡ് എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ സെൻസ് മാത്രമല്ല, ആസ് എ ഹോളാണ്. നോക്ക്, ഈ ശ്വാസം ആർക്കാണ് ഓർക്കുന്നത്? ദൈവം എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ സെൻസിൽ മാത്രമല്ല. സാറിന് എനിക്ക് ശ്വാസം തരുന്നവരാണ്, വെള്ളം തരുന്നവരാണ്, അത് ക്രിസ്തു അല്ലേ? അത് വേറെ ക്രിസ്തു ആയിരിക്കും. അതാണ് ഞാൻ ഇങ്ങനെയുള്ള ഈ ഇതിലൊന്നും ഞാൻ അധികം ഇങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം ഇപ്പോൾ ഒരു വാസന ഞാൻ ഇങ്ങനെ മറുപടി കൊടുത്തതേ ഉള്ളൂ. പിന്നെ ഞാൻ കൺക്ലൂഡ് ചെയ്യും. ഒരു മിനിറ്റ് സാർ, ഒരു മിനിറ്റ് സാർ, അത് കേട്ടാൽ എങ്ങനെയെന്ന് അറിഞ്ഞില്ല. കൊലസ്റ്റർക്ക് ദിവസം എനിക്കിങ്ങനെ ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ് ഇങ്ങനെ ബഹുഭാഷയുണ്ട്. അതുപോലെ തന്നെ വേണ്ട ഹിന്ദി, മലയാളം ഇങ്ങനെയുള്ള ബൈബിളുണ്ട്. അതുകൊണ്ട് മൂലഭാഷയുള്ള ബൈബിളുണ്ട്. ഒരു പാസ്റ്റർ തെറ്റ് പ്രസംഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പഠിക്കാനും പറ്റും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു പാസ്റ്ററിനോട് വിയോജിപ്പ് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. സാറൊന്ന് കേട്ടോ, ഒരു പറ്റുവാണെങ്കിൽ അറിയാനുള്ള പാസ്റ്റർമാരുടെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കും. ഇങ്ങോട്ടൊന്ന് blotting out the handwritings, English ആദ്യമായി blotting out the handwritings of ordinances that was against us, which was contrary to us, and took it out of the way, nailing it to the cross. അത് കഴിഞ്ഞിട്ട് and having spoiled principalities and powers, he made a show of them openly, triumphing over them in it. താഴെ എൻ്റെ മലയാളവും ഹിന്ദി കൊടുക്കുന്നത്. സാർ മലയാളം വിദ്വാനാണല്ലോ. Let no man therefore judge you in meat or in drink or in respect of any holiday or holiday. സൗന്ദര്യക്കാർ പറയുന്നുണ്ടോ, അയ്യോ ശനിയാഴ്ച മാത്രമേ ആരാധിക്കൂ, ശനിയാഴ്ച ആരാധിക്കാത്തവരെല്ലാം പിശാചിന്റെ മക്കളാണ്. അവരോട് പറയാനുള്ളത് ഇങ്ങോട്ട് നോക്ക്, ഇങ്ങനെയാണോ അവർ പറഞ്ഞിരിക്കുന്നത്? ക്രൈസ്റ്റ് മരണത്തെ ജയിച്ച് ഉയർത്തി കഴിഞ്ഞിട്ട് ക്രൈസ്റ്റ് സ്വർഗത്തിൽ ജീവിക്കുന്ന നമ്മളെ ചേർക്കാൻ വരുന്നു. അവിടെ ഞായറാഴ്ചയെന്നോ ശനിയാഴ്ചയെന്നോ അങ്ങനെയൊന്നുമില്ല. ഏത് സമയത്ത് നമുക്ക് എപ്പോഴും അക്സസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഈ ഒരു പോയിന്റ് കയറി മാത്രം ഒതുങ്ങരുത്. പിന്നെ എന്താണ് പാസ്റ്റർമാരെ, പുരോഹിതന്മാരെ, നിങ്ങൾ എന്തോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒന്ന് വിശാലഗതി ചിന്തിക്കും. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ച പെരുന്നാൾ, വാബ്, സബത്ത് എന്നീ കാര്യങ്ങൾ ആരും നിങ്ങളെ വിധിക്കരുത്. വിച്ച് ആർ എ ഷെയ്ഡ് ഓഫ് തിങ്സ് ടു കം ബട്ട് ദ ബോഡീസ് ഓഫ് ക്രൈസ്റ്റ്. അത് ഷേഡോ മാത്രമാണ്, അത് യഥാർത്ഥമല്ല. അതൊരു ഷേഡോ. റിയൽ വസ്തു ക്രൈസ്റ്റ് ആണ്, അതിന്റെ ഒരു ഷേഡാണ്. അപ്പൊ സാറ് ഏതിന്റെ ഇതിലാണ്? ഞാൻ ഇപ്പോൾ ഒരു സ്വതന്ത്ര എന്റേത് സാറേ, ഇതും കൂടെ കഴിഞ്ഞ് 2-3 നോക്കിയാൽ കഴിഞ്ഞു. ആൻഡ് നോട്ട് ഹോൾഡിംഗ് ഹെഡ്, അങ്ങനെയുള്ളൊരു പിന്നെ ഹെഡിനെ ഹോൾഡ് ചെയ്യുക. നമ്മൾ വാലിനെയല്ല ഹോൾഡ് ചെയ്യുക, ഹെഡിന്. നമുക്ക് ഫ്രം വിച്ച് ആൾ ദ ബോഡി ബൈ ജോയിൻസ് ആൻഡ് ബാൻഡ്സ് ഹാവിംഗ് നറിഷ്മെന്റ് മിനിസ്റ്റേർഡ് ആൻഡ് നിറ്റ് ടുഗദർ ഇൻക്രീസ് ഓഫ് ദി ഇൻക്രീസ് ഓഫ് ഗോഡ്. പിന്നെ therefore if you be dead in Christ from the rudiments of the world, ആ പാസ്റ്ററോട് എനിക്ക് പറയാനുള്ളത്, why as though living in the world are subject to ordinances. ഏതൊക്കെ ഓർഡിനൻസസ് ആണ് നോക്കണം. മലയാളത്തിൽ പറയുന്ന മാനുഷ്യ കൽപ്പന ഉപദേശങ്ങൾക്ക് അനുസൃതമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നീ ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്ന എന്ത്? ഇത് മലയാളത്തിൽ എഴുതി വെച്ചേക്കല്ലേ ട്രാൻസ്ലേറ്റ് ചെയ്ത്. ഇത് പാസ്റ്റർമാർക്കാണ് ആൾ കണ്ണിൽ. അപ്പൊ യൂണിവേഴ്സലാണ്. ഒരു പ്രിൻസിപ്പാൾ എന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കണം? ഇവിടുത്തെ ഹോളായിരിക്കണം. അല്ലാതെ കെമിസ്ട്രി എന്റെ സബ്ജക്ട് ഹിന്ദി, ഞാൻ അത് മാത്രമേ നോക്കൂ, വേറെ ഒന്നും എനിക്കറിയണ്ട. അങ്ങനെയുള്ളവർ നമ്മളെ പ്രിൻസിപ്പാൾ എന്നല്ല, ഹിന്ദി ടീച്ചർ എന്ന് പറയും. സാർ 2 മിനിറ്റ് വിച്ചർ ആൾ ടു പെരിഷ് ദ യൂസിംഗ് ആഫ്റ്റർ ദ കമാൻഡ്മെന്റ്സ് ആൻഡ് ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്ത്, which things are indeed a show of wisdom in will worship and humility and neglecting of the body, not in honor to satisfying of the flesh. ഇതൊക്കെ മാസ്റ്റർമാരൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ നല്ലതാണ്. പിന്നെ ഞാൻ ഒരു അങ്ങനെ പ്രത്യേകിച്ച് ചേർന്നില്ല, ഒരു ഇൻഡിപെൻഡന്റ്. ഇനി ഒന്ന് രജിസ്റ്റർ ചെയ്യും. പിന്നെ ആരെങ്കിലും പറയണം, അഭിലാഷ് സാറേ നമ്മുടെ കല്യാണം നടത്തുകയാണെങ്കിൽ യോജിപ്പിച്ചു. ഞാൻ പറയും ഉടനെ രജിസ്റ്റർ ഓഫീസിലും കൂടെ പറ്റണം.